ഹായ് ഗെയ്സ്, എ ജെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ഉഷ കമ്പനിയുടെ പുതിയ മോഡലായ പവർ സ്റ്റിച്ചിങ് മെഷീനാണ്. ഇതാണ് നമ്മുടെ മെഷീൻ. ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഉഷ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉഷയുടെ എല്ലാ സ്റ്റിച്ചിങ് മെഷീൻ പോലെ നല്ലൊരു ടേബിൾ സ്പേസും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടേബിളിൻ്റെ മുമ്പിലായിട്ട് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി അവർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് തയ്ക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇത്. അതേപോലെ തന്നെ ഒരു ടൂളിംഗ് ബോക്സ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നൂലിടാൻ വേണ്ടിയിട്ട് 2 സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും കൂടി പരിചയപ്പെടാം. ഫ്ലഗിൻ്റെ കാര്യമാണെങ്കിൽ ഒരു എക്സ്ട്രാ ലാർജ് ഫ്ലഗാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ സാധാ ഫ്ലഗല്ല, കുറച്ചൊരു വലുതായിട്ടാണ് ഫ്ലഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ളൊരു ഫ്ലഗ് നമ്മൾ എക്സ്ട്രാ വാങ്ങണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു 3 പിന്ന് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് 3 പിന്നിലേക്ക് നമ്മുടെ ഫ്ലഗ് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെഷീൻ വാങ്ങുന്നവർ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മെഷീനിൽ തന്നെ ഓണും ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്വിച്ച് എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടൺ പാനൽ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ബട്ടൺ പാനൽ വരുന്നത്. നമ്മൾ ഈ സ്വിച്ച്, നമ്മുടെ മെയിൻ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്താലും നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. മെഷീനിൽ തന്നെ ഒരു സ്വിച്ച്, അത് നമ്മൾ ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാനലിൽ ഇതുപോലെയാണ് കാണിക്കുന്നത്. അതേപോലെ നമ്മളിവിടെ ഒരു ലൈറ്റ് കൂടി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലൊരു ലൈറ്റ് കൂടി നമ്മുടെ മെഷീന് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഡിസ്പ്ലേയിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പീഡ് കൂട്ടുന്നത് ഈ മുകളിലെ ബട്ടണാണ്. ഇത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും. ആണ് നമ്മുടെ ഏറ്റവും വലിയ സ്പീഡ് വരുന്നത്. ഏറ്റവും ചെറിയ സ്പീഡ് എന്ന് പറയുന്നത് 200 ഏറ്റവും കൂടിയ സ്പീഡ് എന്ന് പറയുന്നത് 4000. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടിയ സ്പീഡ് വരുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് 200. പിന്നെ നമ്മുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മെഷീൻ എന്ത് കംപ്ലൈൻ്റ് ആയാലും ഇവിടെ ഒരു നമ്പർ വരും. ആ നമ്പർ എന്താണെന്ന് നമ്മുടെ ഇവർ തരുന്ന ഒരു ബുക്കിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ മെഷീൻ എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ ഒരു ഉപകാരപ്രദമാണ്. നമുക്കിപ്പം എന്തെങ്കിലും നൂല് കുടുങ്ങിയോ ഇല്ലെങ്കിൽ നമ്മുടെ വയർ എന്തെങ്കിലും ഇളകിപ്പോയോ അങ്ങനെ എന്ത് വന്നാലും ഇവിടെ നമ്മുടെ പാനലിൽ ഒരു നമ്പർ വരും. ആ നമ്പർ നമ്മൾ സെർച്ച് ചെയ്താൽ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്താ നമ്മുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതിനുള്ള പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അത് വായിച്ച് ശരിയാക്കാൻ പറ്റും. ഈ സാധനം വരുന്നത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അകലം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. നമ്മളിങ്ങനെ പിടിച്ച് തിരിച്ചാലാവില്ല. നമ്മുടെ ഈ ഒരു സാധനം നമ്മൾ താഴോട്ട് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് തിരിക്കുക. എന്നാൽ മാത്രമേ ഇത് തിരിയത്തുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മെഷീൻ കംപ്ലൈൻ്റ് ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം താഴോട്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് നെക്കി പിടിച്ചിട്ട് ഇതുപോലൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പം നമ്മളിപ്പം സാധാരണ വരുന്നത് 3 നേരിയെടുത്താണ് നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കൂട്ടാം. അതുപോലെ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അകലം കുറഞ്ഞുകൊണ്ട് വരും, കൂട്ടുകയാണെങ്കിൽ അകലം കൂടിക്കൊണ്ട് വരും. പിന്നെ ഈ ഒരു ലിവർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് റിവേഴ്സ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ തുണിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മൾ കെട്ടിടുന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴോട്ട് നെക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റിവേഴ്സ് വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ട് വരും. കെട്ടിട്ടാണല്ലോ നമ്മളെല്ലാം തുടങ്ങുന്നത് സ്റ്റിച്ചിങ്. ആദ്യം നമ്മുടെ സ്റ്റിച്ച് ഇളക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിടുമ്പോൾ നമ്മളിതൊന്ന് താഴ്ത്തിയിട്ട് കെട്ടിട്ടിട്ട് ഇതൊന്ന് ഇളക്കുക, എന്നിട്ട് സാധാ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ കാണാം. ഇതെന്തിനാന്ന് വെച്ചാൽ സിംഗിൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്.
ഇതൊന്ന് നിൽക്കിയാൽ നമ്മുടെ നൂല് ഒന്ന് അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഈ സ്വിച്ചിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് വേറൊരു സ്വിച്ചും കൂടി കാണാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്യാം. അതാ ഈ സ്വിച്ച് ഒന്ന് അങ്ങോട്ടാക്കിയാൽ നമ്മുടെ ലൈറ്റ് ഓഫായി. കണ്ടില്ലേ? നമുക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്വിച്ച് ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്യാം, ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഉഷ ഇറക്കിയ പുതിയ മോഡൽ പവർ മെഷീൻ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ബോബിനാണ്.